കൂട്ടുകാരെ, നമുക്ക് നല്ല സിമ്പിളായിട്ടൊരു പപ്സ് ഉണ്ടാക്കാം. ആ പപ്സ് ഉണ്ടാക്കുന്നത് നമ്മുടെ സമൂസയുടെ സീറ്റ് കൊണ്ടാണ്. അത് ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 5 കോഴിമുട്ട പുഴുങ്ങി തോല് കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് 10 പപ്സാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്കിനി ഈ മുട്ടേനെ നേർപകുതി 2 കഷ്ണമാക്കി എടുക്കാം. നമുക്ക് ഇതേപോലെ ഇപ്പം നമ്മൾ 5 മുട്ടയും മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി പപ്സ് ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ 3 വലിയ ഉള്ളി കനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ടി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വല്ലാതെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഉള്ളി ഒന്ന് കുഴഞ്ഞ് വഴണ്ട് കിട്ടിയാൽ മതി കേട്ടോ. ഇതാ നമ്മുടെ ഉള്ളി ഇതേപോലെ വാടി വഴണ്ട് വന്നാൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലകളുടെ പച്ചമണം കൂടി ഒന്ന് മാറി വരട്ടെ. ഇപ്പം നമ്മുടെ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ 1 ടേബിൾ സ്പൂൺ തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കണ്ടേ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ലേശം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി മല്ലിയില ഒന്ന് വാടി വരട്ടെ. ഇപ്പം നമ്മുടെ തക്കാളി സോസൊക്കെ ഒന്ന് ചൂടായി മല്ലിയിലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. അപ്പം നമ്മുടെ മസാലയുടെ പണി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് പപ്സാക്കി എടുക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കലക്കിയെടുക്കാം. അത് എന്തിനാന്ന് ചോദിച്ചാൽ സീറ്റ് ഒന്ന് ഒട്ടിക്കാനാണ്. ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, വല്ലാതെ വെള്ളം ഒഴിച്ച് കലക്കണ്ട, ഒരു കുറുങ്ങനെ കലക്കിയാൽ മതി. ഇതാ ഈ ഒരു കട്ടിയിൽ കലക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ 2 സമൂസ സീറ്റ് എടുത്ത് ഇതേപോലെ അങ്ങ് വെക്കാം. ഒന്ന് ഇങ്ങനെ, പിന്നെ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് സമൂസ സീറ്റിൻ്റെ 2ലും ഇങ്ങനെ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 സ്പൂണ് മസാല വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ മുറിച്ച് വെച്ച മുട്ടയിൽ ഒരെണ്ണം ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ സീറ്റ് എടുത്തിട്ട് നേരെ ഇങ്ങനെ മടക്കി വെക്കാം. അതേപോലെ ഇതും എടുത്ത് ഇങ്ങനെ മടക്കി വെക്കാം. അടുത്തത് ഇതെടുത്തിട്ട് ഇങ്ങനെ മടക്കുക. അതേപോലെ തന്നെ ഇതെടുത്തിട്ട് ഇങ്ങനെ മടക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഒരു പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ വെക്കാം. ഇനി എല്ലാതും ഇതേപോലെ ആക്കിയെടുക്കാം. ഇതേപോലെ വെച്ച്
എന്താ ഇതേപോലെ മടക്കുക. ഇത് കണ്ടില്ലേ, പിന്നെ ഒരു പപ്സ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാതും പപ്സാക്കി മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിരിക്കുന്നുണ്ട്, നമുക്കിതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമുക്കിനി ഇത് ഒരെണ്ണ ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തിളച്ച് വരുന്നത് കണ്ടില്ലേ? നമ്മൾ മസാലയൊക്കെ വേവിച്ചിട്ടാണല്ലോ വെച്ചത്, അതുകൊണ്ട് ഇതിൻ്റെ തൊലി മാത്രം വെന്താൽ മതി. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിനാണ് തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കണം പറഞ്ഞത്. ഇതിനി ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് എടുക്കാം. നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് പൊരിച്ചെടുക്കാം. ഇനി നമുക്കിതാ ഈ കളറാവുമ്പോൾ എടുക്കാം. നമുക്ക് എടുക്കാം. ഇതിപ്പോൾ മേൽഭാഗമൊക്കെ മൊരിഞ്ഞ് നല്ല കറുമുറ ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇതും എടുക്കാം. നമുക്കിനി എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മൾ സമൂസ സീറ്റ് കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി പപ്സ്. നമുക്കിതിൽ ഇനി ഒന്ന് മുറിച്ച് നോക്കാം. അയ്യോ കണ്ടില്ലേ, മുട്ട പപ്സാണ്. അടിപൊളിയായിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണതാ. ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ പപ്സാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.